വയനാട് മാനന്തവാടിയിലെ അനധികൃത മനുഷ്യ പരീക്ഷണ നീക്കത്തിൽ അന്വേഷണവുമായി പട്ടികവർഗ വകുപ്പ്. പരീക്ഷണത്തിനെത്തിയ അമേരിക്കൻ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OR കേളു വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പട്ടികവർഗ വകുപ്പും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. 24 റിപ്പോർട്ടിന് പിന്നാലെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അമേരിക്കയിലെ സർവകലാശാലയിൽ നിന്ന് ഒരു പ്രൊഫസർ തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സെമിനാറിനായി എത്തുന്നു. 3 ദിനങ്ങളിലായി നടത്തിയ സെമിനാറിനൊടുവിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് വിരലിൽ അണിയാവുന്ന സ്മാർട്ട് റിംഗ് നൽകുന്നു. മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്ന പേരിലാണ് ഈ ഉപകരണം നൽകിയിട്ടുള്ളത്. ഈ ഉപകരണം പരീക്ഷണമെന്ന് കോളേജ് ജീവനക്കാരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഡീൻ ചുമതല വഹിക്കുന്ന അധ്യാപകനാണ് പോസ്റ്റ് ഇടുന്നത്. ഇതിനുശേഷം എടവകയിലെ അഗ്രഹാരം ഉന്നതിയിൽ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ യോഗം ചേരുന്നു. ഇവിടെ ഉപഹാരമായി നൽകിയത് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനുകൾ. ഇതിനെല്ലാം പിന്നിൽ ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട വിവരശേഖരണമെന്ന് പകൽ പോലെ വ്യക്തം. ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ല, പട്ടികവർഗ വകുപ്പിന്റെയും അനുമതിയില്ല. എന്നിട്ടും ഇത് നടപ്പാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഉയരുന്ന ചോദ്യം. മന്ത്രി OR കേളു അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വകുപ്പ് തലത്തിലൊരു അന്വേഷണം ആദ്യം നമ്മൾ നടത്തും. അവരുടെ അമേരിക്ക ഏജൻസി എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും കൂടി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടി അന്വേഷിക്കും. അമേരിക്കയിലെ PC റോസി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ പ്രൊഫസർ ധ്രുവ് ശേഷാദ്രിയാണ് ക്ലാസ് എടുക്കാൻ എത്തിയതെന്ന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കുട്ടികൾക്ക് വിരലിലണിയാവുന്ന ഉപകരണം നൽകിയ കാര്യവും ഈ കുറിപ്പിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹെൽത്ത് മോണിറ്ററിംഗിന് ഉപയോഗിക്കുന്ന അൾട്രാ ഹ്യൂമൻ റിംഗ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും പറയുന്നു. എന്തു തരത്തിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നതെന്ന കാര്യത്തിൽ കോളേജിന് ഉത്തരമില്ല. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടരുകയാണ്. 24 വയനാട്.